Good morning all. In the previous class we were discussed about the rights of an auditor, duties of an auditor, then the liability of an auditor. It is an essay type question, liability of an auditor. Then now we are going to start with Audit Committee. Audit Committee. Then according to Companies Act 1956, Section 292, every public company having a paid up share capital of rupees 5 crore should constitute a committee of board of directors. It is called Audit Committee. Companies Act 1956 പ്രകാരം സെക്ഷൻ 292 പ്രകാരം എല്ലാ പബ്ലിക് കമ്പനീസും, അതായത് റുപ്പീസ് 5 ക്രോറിനെക്കാട്ടിലും കൂടുതലോ അല്ലെങ്കിൽ റുപ്പീസ് 5 ക്രോറോ പെയ്ഡപ്പ് ക്യാപിറ്റൽ ആയിട്ടുള്ള എല്ലാ പബ്ലിക് കമ്പനീസും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആ കമ്മിറ്റീനെയാണ് നമ്മൾ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ ക്ലോസ് 49 ഓഫ് ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട്, എവറി ലിസ്റ്റഡ് കമ്പനി ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓഡിറ്റ് കമ്മിറ്റി. ഒരു ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കണം. അതൊരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് പ്രിൻസിപ്പിൾസ് പ്രകാരമുള്ള ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ് ഒരു ഓഡിറ്റ് കമ്മിറ്റി അവിടെ ഫോം ചെയ്യണം എന്നുള്ളത്. ഓഡിറ്റ് കമ്മിറ്റി, ഈ ഓഡിറ്റ് കമ്മിറ്റിയാണ് ആ ഒരു ഓർഗനൈസേഷനിലെ, ദാറ്റ് മീൻസ് ആ ഒരു കമ്പനിയിലെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിനെ റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സുമായിട്ട് ഒക്കെ അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് എല്ലാ പോളിസീസും എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി അവിടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. സോ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 292 അത് പ്രകാരമാണ് പറയുന്നത്, എവറി പബ്ലിക് കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് rupees 5 crore or more should constitute a committee of board of directors. It is the audit committee. This audit committee is responsible for reviewing the internal control system of the company or the organization. The audit committee should interact with the internal auditors and statutory auditors. Moreover, it review the complaints of the policies and programs of the management. Then the next one is composition of audit committee. എങ്ങനെയാണ് ഈ ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത്, അതിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മെമ്പർഷിപ്പ്, ആരൊക്കെയാണ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ദ കോമ്പോസിഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റിയിൽ ഫസ്റ്റ് വൺ, the audit committee shall have minimum 3 directors as members. 2/3 of them shall be independent directors. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷാൽ ഹാവ് മിനിമം 3 ഡയറക്ടേഴ്സ്, 3 ഡയറക്ടേഴ്സ് മെമ്പേഴ്സായിട്ട് ഉണ്ടായിരിക്കണം. അതിൽ തന്നെ 2/3 ഓഫ് ദം, 2/3 പേരും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അപ്പോൾ മെമ്പേഴ്സായിട്ട് 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം, അതിൽ 2/3 പേരും 2 പേരും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് all members of the audit committee shall be financially literate and at least one shall have expert knowledge in accounting and financial management. ഓഡിറ്റ് കമ്മിറ്റിയിലെ ഈച്ച് ആൻഡ് എവറി മെമ്പർ ഇവരെന്തായിരിക്കണം, ദേ ഷുഡ് ബി ലിറ്ററേറ്റ് ആയിരിക്കണം. മാത്രമല്ല അതിൽ ഒരാളെങ്കിലും എക്സ്പേർട്ട് നോളജ് അക്കൗണ്ടിങ്ങിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്
the chairman of the audit committee shall be an independent director. ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ആരാവാം? കമ്മിറ്റി സെക്രട്ടറി ആവാം. അപ്പോൾ ഇത്രയും കാര്യമാണ് ഒരു ഓഡിറ്റ് കമ്മിറ്റീനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് മീൻസ് മെമ്പേഴ്സായിട്ട് ടോട്ടൽ 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ 3-ൽ 2 പേരും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എല്ലാ മെമ്പേഴ്സും ഓഡിറ്റ് കമ്മിറ്റിയുടെ എവറി മെമ്പർ ഷാൾ ബി ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആൻഡ് ഷാൾ അറ്റ്ലീസ്റ്റ് ഒരു ആളെങ്കിലും ഷുഡ് ഹാവ് ദ എക്സ്പേർട്ട് നോളജ് ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് he shall be an independent director. Then the company secretary shall act as a company secretaryക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതിൻ്റെ ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? വാട്ട് അബൌട്ട് ഇറ്റ്സ് ക്വാറം? ദെൻ ദ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ദേ ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് 4 times a year. ഒരു വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 4 തവണയെങ്കിലും അവരെന്ത് ചെയ്തിരിക്കണം? മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കണം. ഇനി ഈ മീറ്റിങ്ങുകൾ തമ്മിലുള്ള ഒരു ടൈം ലാഗ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 മീറ്റിംഗ്, ദ ടൈം ലാഗ് ബിറ്റ്വീൻ ദ 2 മീറ്റിംഗ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 4 months. 4 മാസത്തിൽ കൂടാൻ പാടില്ല. 2 മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 മാസത്തിൽ കൂടാൻ പാടില്ല. മാത്രമല്ല ഒരു വർഷത്തിൽ അവരെന്ത് ചെയ്തിരിക്കണം? 4 തവണയെങ്കിലും മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ ക്വാറം റിക്വയർഡ് ഫോർ ദ മീറ്റിംഗ് ആണ്. അതിൽ പറയുന്നത് ഐദർ 2 members, ഒന്നുകിൽ 2 മെമ്പറോ ഓർ 1/3 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി, അല്ലെങ്കിൽ ടോട്ടൽ മെമ്പേഴ്സ്, കമ്മിറ്റിയുടെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 1/3 ഏതാണോ കൂടുതൽ അതായിരിക്കും ആ മീറ്റിങ്ങിന് ഉണ്ടായിരിക്കേണ്ട ക്വാറം എന്ന് നമ്മൾ പറയുന്നത്. സോ ദ ക്വാറം റിക്വയർഡ് ഫോർ കണ്ടക്ടിങ് എ മീറ്റിംഗ് ഷാൽ ബി ഐദർ 2 members, ഒന്നുകിൽ 2 പേര്, അല്ലെങ്കിൽ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 1/3. ഇതിലേതാണോ കൂടുതൽ അതായിരിക്കും അതിൻ്റെ ക്വാറം എന്ന് പറയുന്നത്. ഇനി എന്ത് തന്നെയാണെങ്കിലും there should be at least 2 independent members present at the meeting. മീറ്റിങ്ങിൽ 2 ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സ് പ്രസൻ്റ് ആയിരിക്കണം. The statutory auditor, internal auditor, director, in charge of finance, ഇവരൊക്കെ ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യേണ്ട ആളുകളാണ്. പക്ഷെ അതേസമയം they should not have any right for vote. ഇപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ഈ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കണം. ഷെയർ ഹോൾഡേഴ്സ്, ഇഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഹാവ്സ് എനി കൈൻഡ് ഓഫ് ക്വറീസ്, ദിസ് chairman of the committee is responsible to answer to them. അപ്പോൾ ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഈ ചെയർമാൻ പ്രസൻ്റ് ആയിരിക്കണം. ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ക്വറീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ദിസ് ചെയർമാൻ ഈസ് റെസ്പോൺസിബിൾ ടു ആൻസർ ടു ദം. അപ്പോൾ മീറ്റിംഗ് ആൻഡ് ക്വാറം നമ്മൾ പറഞ്ഞു. മീറ്റിംഗ് എന്ന് പറയുന്നത് ദേ ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് 4 times in a year. The time lag between 2 meetings shall not be more than 4 months. The quorum required for meeting is 2 members, either 2 members or 1/3 of the total members of the committee, whichever is greater. മാത്രമല്ല മീറ്റിങ്ങിൽ there should be at least 2 independent members present at the meeting. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ്, ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്, ഡയറക്ടർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ്, ഇവരൊക്കെ ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദേ ഷുഡ് നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് വോട്ടിംഗ് റൈറ്റ്. ദ ചെയർമാൻ ഓഫ് ദി ഓഡിറ്റർ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ്, ദെൻ ഓൺലി ഹി ക്യാൻ ആൻസർ ടു ദ ക്വറീസ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ദെൻ ദ പവേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിയുടെ പവേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞു, അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ മെമ്പേഴ്സ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു, എപ്പോഴൊക്കെയാണ് അവർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, എത്രയാണ് അവരുടെ ക്വാറം, ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാറം എത്രയാണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു.
Now we are moved to powers of Audit Committee. Audit Committeeയുടെ powers എന്തൊക്കെയാണ്? Then the first power is power to investigate into any matters referred to it by the Board of Directors. Board of Directors ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ താല്പര്യാർത്ഥം ആ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. പവർ ടു സീക്ക് ഇൻഫോർമേഷൻ ഫ്രം എനി എംപ്ലോയി ഓഫ് ദ കമ്പനി. ഇഫ് ദ ഓഡിറ്റർ, ഇപ്പോൾ ഈ ഓഡിറ്റ് കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു മെമ്പർക്ക് ഇഫ് ഹീസ് എനി കൈൻഡ് ഓഫ് ഇഫ് ഹീ സീക്സ് എനി ഇൻഫോർമേഷൻ ഫ്രം എനിവൺ in the company, then he has the power to seek information from that employee. Power to obtain legal or professional advice from outside. The auditor will not be fully aware of the all terms, technical or legal, ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളെ പറ്റിയിട്ടൊന്നും ഒരിക്കലും ഓഡിറ്റർക്ക് ഫുള്ളി ഫെമിലിയർ ആയിരിക്കില്ല. സോ ഹീ ക്യാൻ സീക്ക് അഡ്വൈസ് ഫ്രം ദ എക്സ്പേർട്സ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ടു സെക്യൂർ ദ അറ്റൻഡൻസ് ഓഫ് ഔട്ട്സൈഡേഴ്സ് വിത്ത് റെലവൻറ്റ് എക്സ്പെർട്ടൈസ് ഇഫ് നെസസറി. If it is seems to fair, if the auditor has to seek any information or if he want to seek any advice from the outside person, if he want any expert advice, then he can seek the assistance from outsiders. ഇത്രയാണ് അവിടെ പവർ ഓഫ് ഓഡിറ്റ് കമ്മിറ്റിയിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഓഡിറ്റ് കമ്മിറ്റിയുടെ പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു എനി മാറ്റേഴ്സ് റെഫർ ടു ഇറ്റ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ താല്പര്യപ്രകാരം എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്. ദെൻ കമ്പനിയിലെ ഏതൊരു എംപ്ലോയിയുടെ കയ്യിൽ നിന്നും ഇൻഫോർമേഷൻ എടുക്കാനുള്ള പവറുണ്ട്. പുറമേ നിന്നും എന്തെങ്കിലും ലീഗൽ ടെക്നിക്കൽ അഡ്വൈസ് വേണമെങ്കിൽ അതെടുക്കാനുള്ള പവറുണ്ട്. അതുപോലെ തന്നെ ഒരു ഔട്ട്സൈഡേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്സ്പെർട്ട് അഡ്വൈസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാനുള്ള പവറുണ്ട്. ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക്, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. എന്താണ് ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ റോൾ ആൻഡ് ഫങ്ഷൻ? എന്താണ് ഓഡിറ്റ് കമ്മിറ്റിയുടെ റോൾ? എന്തൊക്കെയാണ് അവരുടെ ഫങ്ഷൻസ് എന്നുള്ളതാണ് പറയുന്നത്. The first one is to review the internal control system in the company and recommend to the board about the measures to be taken for strengthening the internal control system. As we already said, every organization should have a proper internal control system. So, this audit committee is responsible to review the internal control system existing in the company, and it have the right to recommend the suggestive measures to strengthen the internal control system prevailing in the organization. The next one, to overview the financial reporting system. ഈ നമ്മളുടെ ഓർഗനൈസേഷനിൽ നിലനിൽക്കുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ റിവ്യൂ ചെയ്യുക. ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ, അവിടുത്തെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്ന ഇൻഫോർമേഷൻസ് ഇതെല്ലാം ട്രൂ അതുപോലെ തന്നെ ഫെയർ ആണ്, ക്രെഡിബിൾ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ തേർഡ് റോൾ അല്ലെങ്കിൽ തേർഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ടു റിവ്യൂ ദ ക്വാർട്ടർലി ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്വാർട്ടർലി ആയിട്ടും ആനുവലിയും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് റിവ്യൂ കണ്ടക്ട് ചെയ്യുക. എപ്പോൾ? ബിഫോർ ദ സബ്മിഷൻ ടു ദ ബോർഡ് ഫോർ അപ്രൂവൽ. ബോർഡിന് മുന്നിൽ അത് അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ ക്വാർട്ടർലി അതുപോലെ തന്നെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിവ്യൂ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ടു റെക്കമെൻഡ് ടു ദ ബോർഡ് ദ അപ്പോയിൻമെൻറ്റ്. എന്തെങ്കിലും തരത്തിലുള്ള അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ റീ അപ്പോയിൻമെൻറ്റ്സ്,
അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഡിറ്ററിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ഫീസ് ഫിക്സ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബോർഡിനോട് റെക്കമെൻഡ് ചെയ്യാം. Then next one, to approve the payment to the statutory auditors for any other service rendered by them. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് മറ്റെന്തെങ്കിലും സർവീസ് കമ്പനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സുമായിട്ട് ഓഡിറ്റിൻ്റെ ഒരു സ്കോപ്പ് എന്താണ്, അവിടുത്തെ ഒരു ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുക. അത് ചെയ്യുന്നത് എപ്പോഴും ഒരു ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കും. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ടു ഓർഡർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു എനി ഇറഗുലാരിറ്റീസ്. സപ്പോസ് നമ്മളുടെ കമ്പനിയിലെ ഏതെങ്കിലും ഇഫ് ദർ ഈസ് എനി കൈൻഡ് ഓഫ് ഇറഗുലാരിറ്റി ഓർ സസ്പെക്റ്റഡ് ഫ്രോഡ്സ് ഓർ ഫെയിലിയേഴ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, then the audit committee has the right to order investigation and review the findings of investigation. ഇപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇഫ് ദർ ഈസ് എനി കൈൻഡ് ഓഫ് ഇറഗുലാരിറ്റി ഓർ suspected frauds or failure of internal control system, then the audit committee has the right to order for investigation and finding and review ചെയ്യുക. എന്തിനാണ് ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എന്താണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഫൈൻഡിങ്സ് എന്താണ് എന്നുള്ളത് റിവ്യൂ ചെയ്യാം. നെക്സ്റ്റ് വൺ, to inquire into reason for substantial default in making payment to depositors. ഇപ്പോൾ ഡെപ്പോസിറ്റേഴ്സിനോ അല്ലെങ്കിൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സിനോ കമ്പനി ക്രെഡിറ്റേഴ്സിനോ ഒക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ സച്ച് ഡിഫോൾട്ട്, അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എൻക്വയറി ചെയ്യുന്നത്. To review the functioning of the whistleblower policy of the company if any. വിസിൽ ബ്ലോവർ പോളിസി ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലൊക്കെ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിയമപരമല്ലാതെ നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ഇതൊക്കെ നമ്മളുടെ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിസിൽ ബ്ലോവർ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിസിൽ ബ്ലോവർ പോളിസി എന്തെങ്കിലും നമ്മളുടെ കമ്പനിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷനാണ്. ടു ഡിസ്ചാർജ് എനി ഫംഗ്ഷൻ റെഫേർഡ് ടു ഇറ്റ് ബൈ ദ ബോർഡ്. ഇനി ബോർഡ് റെഫർ ചെയ്യുന്ന മറ്റെന്ത് ഫംഗ്ഷനാണെങ്കിലും അതൊക്കെ ആര് ചെയ്തേണ്ടതാണ്, ഈ ഓഡിറ്റ് കമ്മിറ്റി ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റിയിൽ പറയുന്നത് ഫസ്റ്റ് വൺ, ടു റിവ്യൂ ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്രിവെയിലിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് റെക്കമെൻഡ് ദ ബോർഡ് അബൌട്ട് ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ സ്ട്രെങ്തനിങ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ദ സെക്കൻഡ് വൺ, ടു ഓവർവ്യൂ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ആൻഡ് ഡിസ്ക്ലോസ് ദ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. എന്താണ് അതിൽ നോക്കുന്നത്, വെദർ ദ ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആൻഡ് ക്രെഡിബിൾ. നെക്സ്റ്റ് വൺ പറയുന്നത് ടു റിവ്യൂ ദ ക്വാർട്ടർലി ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ് ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർ അപ്രൂവൽ. നെക്സ്റ്റ് വൺ പറയുന്നത് ടു റെക്കമെൻഡ് ദ ബോർഡ് ഫോർ അപ്പോയിൻമെൻറ്റ്, റീഅപ്പോയിൻമെൻറ്റ് ഓർ റിമൂവൽ ഓഫ് ദ ഓഡിറ്റർ ഓർ ഫിക്സേഷൻ ഓഫ് ദ ഓഡിറ്റ് ഫീസ് എക്സെട്ര. Then to approve the payment to the statutory auditors for any other service rendered by them. To discuss with the statutory auditors regarding the scope of the audit before the commencement of the audit. ഒരു ഓഡിറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുമായിട്ട് എന്താണ് ആ ഒരു ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. To order investigation into any irregularities, suspected frauds അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് ഇൻറ്റേർണൽ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ കൊടുക്കുക. ആൻഡ് ടു റിവ്യൂ ദ ഫൈൻഡിങ്സ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് what is the reason for the substantial default in making payment to depositors, debenture holders and creditors of the company. The next one, to review the functioning of whistleblower policy of the company if any.
Then last one, to discharge any other function referred to it by the board. Then the next one is audit report. ഓഡിറ്റ് റിപ്പോർട്ടാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് an audit report is a conclusion of the findings made by the auditor. എന്താണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട്? വാട്ട് ഈസ് an audit report? ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഓഡിറ്റർ ഓഡിറ്റിംഗ് ചെയ്ത് അയാളുടെ കൺക്ലൂഷൻ, അയാളുടെ ഫൈൻഡിങ്സ് എന്താണോ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ഓഡിറ്റ് റിപ്പോർട്ട്. It is a statement of opinion of the auditor about the financial statement of the client. ഏതാണോ ഓഡിറ്ററുടെ ക്ലയൻറ്റ് കമ്പനി, ആ ക്ലയൻറ്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ, അതിനെയാണ് എന്ത് പറയുന്നത്? ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് വിത്ത് എ വി ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ ദെയറിൻ. അതായത് നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ, ഇൻ എവറി ഓർഗനൈസേഷൻ ദർ ഈസ് ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. There may be lots of books maintained. It is necessary to maintain lots of books corresponding to this transaction. So auditing means it is an detailed examination of these books of accounts and the auditor should make an opinion therein. The findings of the auditor, the findings of the examination are stated in the report to be submitted to the client. ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു എക്സാമിനേഷൻ്റെ ഒരു ഫൈൻഡിങ്സിനെ നമ്മളൊരു റിപ്പോർട്ട് രൂപത്തിലാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റ് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, ഇപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ റിലയബിലിറ്റി, അതിൻ്റെ ആക്യുറസി, ഇതൊക്കെയാണ് ടോട്ടലായിട്ട് ഇവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് ഓഫ് ദ ഫൈൻഡിങ്സ് ഓഫ് ദ ഓഡിറ്റർ. ഒരു ഓഡിറ്റർ ഓഡിറ്റിംഗ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഉണ്ടാവുന്ന അയാൾ കണ്ടുപിടിക്കുന്ന കുറേ ഫൈൻഡിങ്സിനെ ഒരു റിപ്പോർട്ട് രൂപത്തിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്ററുടെ ഒബ്ലിഗേഷൻ ആണ് ടു മേക്ക് എ റിപ്പോർട്ട് ഓഫ് ഹിസ് ഫൈൻഡിങ്സ് ടു ദ ക്ലയൻറ്റ്. ഒരു ഓഡിറ്റ് വർക്ക് ചെയ്ത് എന്താണോ അതിൽ നിന്നും ആ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടായിട്ടുള്ള ഫൈൻഡിങ്സ് എന്താണ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹിസ് ഒപ്പീനിയൻ, അത് ഒരു ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റഡ് ആസ് എ റിപ്പോർട്ട് ടു ദ ക്ലയൻറ്റ്. എവറി ഓഡിറ്റർ should make a report to the shareholders on accounts examined by him and every balance sheet and profit and loss account on every document declared by the law to the annexed to the balance sheet and profit and loss account. അതായത് നമ്മളെപ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മീൻസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ട്രൂ ആണോ ഫെയർ ആണോ, ട്രൂ ആൻഡ് ഫെയർ ആണോ എന്നുള്ളത് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എക്സാമിൻ ചെയ്തതിന് ശേഷം ഒരു ഓഡിറ്റർക്ക് ഉണ്ടാവുന്ന അയാളുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണോ അത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു റിപ്പോർട്ട് ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഫോം ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് 2 കണ്ടന്റ് ആണുള്ളത്. കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് വൺ ഈസ് whether the auditor has obtained all the information and explanation which to the best of his knowledge and belief were necessary for the purpose of audit. ഒരു ഓഡിറ്റ് പർപ്പസിന് വേണ്ടി അയാൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും അത് whether it is to the best of his knowledge and belief, അയാളുടെ അറിവിലും വിശ്വാസത്തിലും അതൊക്കെ സത്യമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഓഡിറ്റർക്ക് ഒരു ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടോ. ദെൻ നെക്സ്റ്റ് വൺ, വെദർ the report on accounts of any branch office audited under section 2
28 by a person other than the company's auditor have been forwarded to him as required by section 228(3)(c) and how he has dealt with the same in preparing the audit report. ഇനി അക്കൗണ്ട്സ്, ഏതെങ്കിലും ബ്രാഞ്ച് ഓഫീസിലെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ അക്കൗണ്ട്സിൻ്റെ റിപ്പോർട്ട് കമ്പനി ഓഡിറ്ററോ കമ്പനി ഓഡിറ്റർ അല്ലാത്ത മറ്റാരെങ്കിലും ഏതെങ്കിലും ബ്രാഞ്ച് ഓഫീസിൻ്റെ ഓഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓഡിറ്റർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാത്രമല്ല എങ്ങനെയാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. വെദർ ദ കമ്പനീസ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് dealt within the report are in agreement with the books of accounts and returns. കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, അതായത് റിപ്പോർട്ടിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദാറ്റ് മീൻസ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും അല്ലെങ്കിൽ ഓരോന്നും റിട്ടേൺ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. വെദർ എനി ഡയറക്ടർ ഈസ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം ബീയിങ് അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ, ഒരു ഓർഗനൈസേഷനിൽ ഡയറക്ടർ എന്ന പദവിയിൽ നിന്നും ആരെങ്കിലും ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സിൽ പറയുന്നത്. അപ്പോൾ കണ്ടൻറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടിലെ ഫസ്റ്റ് വൺ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഓഡിറ്റ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും എക്സ്പ്ലനേഷൻസും അയാൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ ഉത്തമ വിശ്വാസത്തിലുള്ളതും അയാൾ ഉറച്ച് വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, ഇനി ഏതെങ്കിലും ബ്രാഞ്ച് ഓഫീസിൻ്റെ ഓഡിറ്റിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ചെയ്ത് കമ്പനി ഓഡിറ്റർക്ക് കൊടുക്കുകയും അദ്ദേഹം അത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ദെൻ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, റിപ്പോർട്ടിൽ പറയുന്ന ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോളിസീസൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളത് തന്നെയാണോ. ഏതെങ്കിലും വെദർ എനി ഡയറക്ടർ ഈസ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം ബീയിങ് അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒപ്പീനിയൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒപ്പീനിയൻ. എന്തിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്? അതിൽ ഒരു ഓഡിറ്ററുടെ ഒപ്പീനിയൻ, അതായത് ഫൈൻഡിങ്സിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒപ്പീനിയൻ. അതെങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. വെദർ ദ കമ്പനി ഹാസ് kept proper books of accounts, അതായത് ഇത്രയും കാലം കമ്പനി പ്രോപ്പറായിട്ടുള്ള, വെദർ ദ കമ്പനി ഈസ് ഫോളോയിങ് ദ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അതിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, വെദർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് കംപ്ലൈ വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റിക്വയർഡ് ബൈ ദ ലോ. രണ്ടാമത് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അതൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ലോയും ഒക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. വെദർ ദ അക്കൗണ്ട്സ്, അതിലുള്ള അക്കൗണ്ട്സ് ഒക്കെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ, ഇപ്പോൾ ബാലൻസ് ഷീറ്റൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കുള്ള ഫിനാൻഷ്യൽ പൊസിഷനാണോ അവരതിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. Whether the accounts give the information required by the Company Act in the manner so required. കമ്പനി ആക്റ്റിൽ പറയുന്ന പ്രകാരമുള്ള എല്ലാ ഇൻഫോർമേഷൻസും അക്കൗണ്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒപ്പീനിയനിൽ പറയുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഇത്രയും നാൾ എല്ലാ ബുക്സും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ബുക്സിൻ്റെയൊക്കെ എക്സാമിനേഷൻ കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. രണ്ടാമത് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സൊക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്.
ബാലൻസ് ഷീറ്റിൽ ഒരു കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടാണോ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് അക്കൗണ്ട്സ് ഒക്കെ കമ്പനീസ് ആക്റ്റിൽ പറയുന്ന പോലെ തന്നെയുള്ള ഇൻഫോർമേഷൻസ് കാണിക്കുന്നുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സും വരുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒപ്പീനിയനും വരുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. Features of audit report. Features of audit report le first feature ennu parayunnathu it is a judgment or expression of opinion by the auditor. എന്താണ് ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഒരു ഓഡിറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ അയാളുടെ ഒപ്പീനിയൻ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നത്. സോ ദ ഫസ്റ്റ് ഫീച്ചർ ഈസ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് ദ ജഡ്ജ്മെൻറ്റ് ഓർ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ ബൈ ദ ഓഡിറ്റർ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ. എങ്ങനെയാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഫ്രെയിം ചെയ്യുന്നത്? ഒരു അക്കൗണ്ട്സിനെയും അവിടെയുള്ള എല്ലാ ഫാക്ട്സിനെയും ഇൻഫോർമേഷൻസിനെയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ അൺബയാസ്ഡ് ഒപ്പീനിയൻ ഓഫ് ദ ഓഡിറ്റർ. ഓഡിറ്ററുടെ അൺബയാസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ, അതായത് ഒരിക്കലും ഒരു മാനേജ്മെൻറ്റിനെ പ്രിഫർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിനെ പ്രിഫർ ചെയ്തുകൊണ്ടോ ഒന്നും ആയിരിക്കരുത് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു ഓഡിറ്റർ അയാളുടെ ഒപ്പീനിയൻ എക്സിബിറ്റ് ചെയ്യേണ്ടത്. അത് ഇറ്റ് ഷുഡ് ബി അൺബയാസ്ഡ്. ഇറ്റ് ഈസ് കൺസൈസ്. ഇപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ബുക്കിൻ്റെ അത്രയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഒന്നും ആവരുത്. ഇറ്റ് ഷുഡ് ബി കൺസൈസ്, അതായത് വളരെ ചുരുങ്ങിയതായിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ഫോഴ്സ്ഫുൾ സ്റ്റേറ്റ്മെൻറ്റ്. എങ്ങനെയായിരിക്കണം? വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് പോയിൻ്റ് ഔട്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ അക്കൗണ്ട്സ്. എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ത്രൂ ദിസ് ഓഡിറ്റ് റിപ്പോർട്ട് വി ക്യാൻ ഗെറ്റ് ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി അക്കൗണ്ട്സ്. ഇറ്റ് ഡിസ്ക്ലോസ് ഇഫ് ദർ ഈസ് എനി കൈൻഡ് ഓഫ് വീക്ക്നെസ്, it will disclose it and we can make any suggestion for improvement. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് ആൻ judgment or expression of opinion by the auditor. It is based on the detailed examination of the facts and information. Then it is an unbiased opinion of the auditor. It should be concise, but it should be forceful statement. It point out the true and fair view of the status affairs of the accounts. It disclose the weakness and make suggestion for improvement. Then format of audit report ആണ്. Format of audit report. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റിൽ എങ്ങനെയായിരിക്കണം? ആദ്യം വേണ്ടത്, ഫസ്റ്റ് വൺ വേണ്ടത് ടൈറ്റിലാണ്. എപ്പോഴും ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന് ടൈറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ടൈറ്റിലോട് കൂടിയിട്ടാണ്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ടൈറ്റിലോട് കൂടി ആയിരിക്കണം നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ബൈ ദിസ് ടൈറ്റിൽ, എന്തിനു വേണ്ടിയാണ് ഈ ടൈറ്റിലുള്ളത്? ഇറ്റ് ഹെൽപ്സ് ദ റീഡർ ടു ഐഡൻറ്റിഫൈ ഇറ്റ് ആൻഡ് ഡിസ്റ്റിങ്വിഷ് ഇറ്റ് ഫ്രം ദ അതർ റിപ്പോർട്ട്. അതായത് ദർ ആർ ലോട്ട്സ് ഓഫ് റിപ്പോർട്ട്സ് ലൈക്ക് ഡയറക്ടേഴ്സ് റിപ്പോർട്ട്, കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ട്, എക്സെട്ര. സോ വി ഹാവ് ടു ഡിസ്റ്റിങ്വിഷ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഫ്രം ദീസ് കൈൻഡ് ഓഫ് reports. So we use the term, use the title, whether it is audit, to know whether it is auditor's report or not. Then the second one is address.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്രസ്സാണ്. അഡ്രസ്സിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, ആരെയാണ് നമ്മളൊരു ഓഡിറ്റ് റിപ്പോർട്ടിൽ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് അഡ്രസ്ഡ് ടു ദ ക്ലയൻറ്റ് or shareholders of the company if it is the audit of the company. ഒരു കമ്പനിയുടെ ഓഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മളതിൽ അഡ്രസ്സ് ചെയ്യുക. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഡാഷ് കമ്പനി, ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ABC ലിമിറ്റഡ് കമ്പനി, അങ്ങനെയൊക്കെ പറയാം. അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ ആ കമ്പനീനെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം. Then the next one is name of the client organization. Name of the client organization. The report should contain the name of the client organization. That means ആരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് അതാണ് നമ്മളുടെ ക്ലയൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ആ ക്ലയൻറ്റ് കമ്പനിയുടെ പേര് അതിലുണ്ടായിരിക്കണം. ദെൻ ദ മെയിൻ കണ്ടൻറ്റ്, കുറച്ച് മെയിൻ കണ്ടൻറ്റ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. മെയിൻ കണ്ടൻറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് റെസിപ്റ്റ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ഒരു ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം തന്നെ കുറേ ഇൻഫോർമേഷൻസും എക്സ്പ്ലനേഷൻസും ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓഡിറ്റർ. സോ കണ്ടൻറ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻഫോർമേഷനും അതുപോലെ തന്നെ എക്സ്പ്ലനേഷനാണോ കളക്ട് ചെയ്തിട്ടുള്ളത് അതുണ്ടാവും. കംപ്ലൈൻറ്റ്സ് വിത്ത് ലോ, അതായത് എന്തൊക്കെ ലോ ആണോ നമ്മളവിടെ ഫോളോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഒപ്പീനിയൻ ഓഫ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് അക്കൗണ്ട്സ്, അതിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ആ ഒരു അക്കൗണ്ട്സിൽ എത്രത്തോളം ട്രൂ ആൻഡ് ഫെയർ ആണ് എന്നുള്ളത് അതിനെ പറ്റിയിട്ടുള്ള ഓഡിറ്ററുടെ ഒപ്പീനിയൻ. ദെൻ അതിൽ വരുന്ന മറ്റൊരു കാര്യമാണ് സജഷൻ ഫോർ മേക്കിംഗ് ഇംപ്രൂവ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ കണ്ടൻറ്റിൽ വരുന്നത്. പിന്നെ അതിലുണ്ടാവേണ്ട ഒരു കാര്യമാണ് സിഗ്നേച്ചർ. സിഗ്നേച്ചർ നമുക്കറിയാം ഓഡിറ്റ് റിപ്പോർട്ടിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ദ ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് സൈൻഡ് ബൈ ദ ഓഡിറ്റർ ഓർ പാർട്ട്ണർ ഓഫ് ദ ഓഡിറ്റ് ഫേം. ചിലപ്പോൾ ഒരു ഓഡിറ്റ് ഫേമായിരിക്കും അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുക ഓഡിറ്റിംഗ്. സോ ആ ഓഡിറ്റിംഗ് ഫേമിലെ പാർട്ട്ണറോ അല്ലെങ്കിൽ ഓഡിറ്ററോ, ഒരു സിംഗിൾ ഓഡിറ്റർ ആണെങ്കിൽ അയാളോ അതിലെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് സൈൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ അഡ്രസ് ഓഫ് ദി ഓഡിറ്റർ. Address of the auditor. Address of the auditor പറയുന്നത് റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദ ഓഡിറ്റർ. ഒരു ഓഡിറ്റർ ആണെങ്കിൽ അയാളുടെ അഡ്രസ്സ്, ഓഡിറ്റ് ഫേം ആണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓഡിറ്ററുടെ മെമ്പർഷിപ്പ് നമ്പർ അതൊക്കെ ആയിരിക്കും. ഇതൊക്കെ വെച്ചിട്ട് സൈൻ ചെയ്യുന്നതാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ഹാവ് അഡ്രസ് ഓഫ് ഓഡിറ്റർ. ദെൻ നെക്സ്റ്റ് അതിൽ വേണ്ട ഓഡിറ്റ് റിപ്പോർട്ടിൽ വേണ്ട ഒരു കാര്യമാണ് ഡേറ്റ്. ഡേറ്റ് ഉണ്ടായിരിക്കണം. ദ ഡേറ്റ് എന്നാണോ അതിൽ സൈൻ ചെയ്തത് ആ ഡേറ്റ് അതിലുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്ലേസ്. പ്ലേസ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ദ പ്ലേസ് വേർ ദ റിപ്പോർട്ട് ഈസ് സൈൻഡ്. എവിടെ വെച്ചിട്ടാണോ റിപ്പോർട്ട് സൈൻ ചെയ്യുന്നത്, ഏത് അതോറിറ്റിക്കാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു സ്ഥലം എന്തുണ്ടായിരിക്കണം, ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സോ ദ ഫോർമാറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് പറയുകയാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഈസ് ടൈറ്റിൽ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ടൈറ്റിൽ വെക്കുന്നത്? ടു ഡിസ്റ്റിംഗ്വിഷ് ഇറ്റ് ഫ്രം അതർ ടൈപ്സ് ഓഫ് റിപ്പോർട്ട്. ദെൻ അഡ്രസ്സിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് മസ്റ്റ് ടു അഡ്രസ് ദ ക്ലയൻറ്റ് ഓർഗനൈസേഷൻ. നെയിം ഓഫ് ദ ക്ലയൻറ്റ് ഓർഗനൈസേഷൻ, ഇറ്റ് ഷുഡ് ഹാവ് ദ നെയിം ഓഫ് ദ ക്ലയൻറ്റ് ഓർഗനൈസേഷൻ. ദ മെയിൻ കണ്ടൻറ്റ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് 4 matters. The first one is the receipt of information and explanation, then complaints with law, then opinion of the true and whether it is true and fair, then the last one is suggestion for making improvement. Then the signature, it should have signature of the auditor or the partner of the audit firm, etc. Address of the auditor, it must have the address of the auditor or the partner of the audit firm, etc. Then the date of sign should be there.
the place of the sign and submission should be there. So in our today's class we included what is audit committee, its meeting quorum, powers of audit committee, role and functions, audit report എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ്, എന്തൊക്കെയാണുള്ളത്, എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫീച്ചേഴ്സ്, what about the format of audit report, etc. So that's for today. Thank you.